ഇന്ന് പ്രോൺസ് മുളകിട്ടതാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു 20 വലിയ പ്രോൺസ് എടുത്തിട്ടുണ്ട്. വെയിറ്റ് ഞാൻ നോക്കിയില്ല. വലിയ 20 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അത് ഡീവെയിൻ ചെയ്ത് കഴുകി വെച്ചിരിക്കുകയാണ്. ഒരു സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചി ചതച്ചത് 1 ടേബിൾ സ്പൂണും വെളുത്തുള്ളി ചതച്ചത് 2 ടേബിൾ സ്പൂണുമാണ് എടുത്തിരിക്കുന്നത്. കൂടാതെ സ്ലിറ്റ് ചെയ്ത 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് കടുകിടാം. കടുകെല്ലാം നല്ലതുപോലെ പൊട്ടണം. അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെക്കണം. ഇനി അതിലേക്ക് വെളുത്തുള്ളി, സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇടാം. എല്ലാം ഒരുമിച്ചിട്ടു എന്ന് കരുതി പ്രശ്നമൊന്നുമില്ല. നോൺ സ്റ്റിക്കിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത്രയും വെളിച്ചെണ്ണ ഒഴിക്കണ്ട. ഇനി എല്ലാം ഒന്ന് വഴറ്റാം. ആവശ്യമായ ഉപ്പ് ചേർക്കാം. കളർ ചേഞ്ച് ഒന്നും വരണ്ട, ഒരു ഗ്ലോസി ടെക്സ്ചർ കിട്ടിയാൽ മതി. വഴറ്റിയതിന് ശേഷം കാശ്മീരി ചില്ലി പൗഡർ, എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി അതിലേക്ക് ഇടാം. പൊടികളുടെ റോ ടേസ്റ്റ് പോകാൻ ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റണം. ഫ്ലെയിം ഇപ്പോഴും കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ചെയ്യുവാണെങ്കിൽ ഈ പൊടിയൊക്കെ കരിഞ്ഞു പോകും. ഇനി അതിലേക്ക് വാളൻ പുളിയുടെ വെള്ളമാണ് ഒഴിക്കുന്നത്. ഇതാണ് ഈ കറിയുടെ മറ്റൊരു സ്പെഷ്യാലിറ്റി. ടൊമാറ്റോ ചേർക്കുന്നില്ല. പുളിവെള്ളവുമായിട്ട് അത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. അതിനുശേഷം ചൂടുവെള്ളം ഒഴിക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചാൽ മതി. പ്രോൺസ് ഒരു 7 മിനിറ്റിൽ കൂടുതൽ വേവിക്കരുത്. ആ ഗ്രേവി ഒന്ന് തിളച്ചു കഴിയുമ്പോൾ അതിലേക്ക് പ്രോൺസ് എല്ലാം ഇടണം. പ്രോൺസ് ഓവർ കുക്ക് ചെയ്യുവാണെങ്കിൽ റബ്ബറി ആയിപ്പോവും. ഇത് ചോറിനും പലഹാരങ്ങൾക്കുമൊക്കെ കൂടെ കഴിക്കാവുന്ന നല്ലൊരു സൈഡ് ഡിഷാണ്. ചെറുതായി ഓപ്പൺ ചെയ്തിരിക്കുന്ന രീതിയിൽ അടച്ചു വെക്കണം. ഒരു 2 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്ത് ഒന്ന് ചുറ്റിച്ചു വെക്കണം. സ്പൂൺ വെച്ച് ഇളക്കണ്ട. ഇനി അത് അടച്ചു വെക്കരുത്. ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചെടുക്കണം. അപ്പോഴേക്കും ഗ്രേവിയൊക്കെ പാകത്തിന് കുറുകി കിട്ടും. ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മുളകിട്ട കറിയാണ്. മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായി വരാം.